അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ചിറയൻകീഴിനടുത്ത് പ്രശാന്ത സുന്ദരമായ മുടപുരം ഗ്രാമം. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകളും കായലും ഗ്രാമദൃശ്യത്തിന് വശ്യതയേകുന്നു. ഇവിടെ വയലിനരികിലായി സ്ഥിതി ചെയ്യുന്ന ചെല്ലിക്കടവ് തെങ്ങമ്പിള ഭഗവതി ക്ഷേത്രത്തിന് ദേശപ്പെരുമയുണ്ട്. നൂറ്റാണ്ടുകളായി ഗ്രാമത്തിന്റെ ഐശ്വര്യവും ശക്തിയുമാണ് തെങ്ങമ്പിളയിൽ കുടികൊള്ളുന്ന ശ്രീ ഭഗവതി. ആകുലതകൾ അകറ്റി അഭയമരുളുന്ന അമ്മയാണ് തെങ്ങമ്പിള ഭഗവതി എന്നാണ് ഗ്രാമീണരുടെ വിശ്വാസം. അവരുടെ അനുഭവങ്ങൾ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതുമാണ്. സൃഷ്ടിയുടെ സക്രിയത ഉൾക്കൊണ്ട തെങ്ങമ്പിള ഭഗവതിക്ക് രൗദ്രഭാവമാണ്. ആസുരിക ശക്തികൾക്കെതിരെ വാളെടുക്കുന്ന ദേവി, പക്ഷേ അഭയമുദ്രയണിഞ്ഞ വരദായിനിയുമാണ്. ജന്മജന്മാന്തരങ്ങളായി പിന്തുടരുന്ന കർമ്മപാപത്തിൽ നിന്ന് മുക്തിയിലേക്ക് തെങ്ങമ്പിള ദേവി തങ്ങളെ നയിക്കുന്നുവെന്നാണ് ഗ്രാമീണർ ഇന്നും വിശ്വസിച്ചു പോരുന്നത്. മൂലപ്രകൃതിയായ ദേവിയുടെ അഷ്ടമാതൃഭാവത്തിലുള്ള വിവിധ ക്ഷേത്രങ്ങൾ ചിറയൻകീഴിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. അതിൽ ദേവിയുടെ സക്രിയ ഭാവമാണ് മുടപുരം തെങ്ങമ്പിള ദുർഗാ ഭഗവതിക്ക്. നൂറ്റാണ്ടുകളുടെ പെരുമയുണ്ട് തെങ്ങമ്പിള ഭഗവതി ക്ഷേത്രത്തിന്. AD 9-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മഹോദയപുരം അഥവാ തിരുവഞ്ചിക്കുളം ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ചേരമാൻ പെരുമാൾ നൈനാൻ. മഹോദയപുരത്തിൽ നിന്നാണ് മുടപുരം എന്ന ദേശനാമം ഉണ്ടായതെന്നും പറയപ്പെടുന്നു. ആറ്റിങ്ങൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട മുടന്തനായ ഒരു നമ്പൂതിരി ശ്രേഷ്ഠൻ കൊണ്ടുവന്ന ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമാണ് പിൽക്കാലത്ത് മുടപുരമായതെന്നും പറയപ്പെടുന്നു. വേണാട് ഭരിച്ചിരുന്ന കുലശേഖര മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം വിസ്തൃതപ്പെടുത്തിയപ്പോൾ രാജ്യം നഷ്ടപ്പെട്ടവരിൽ ഒരാളായിരുന്നു ചേരമാൻ പെരുമാൾ. രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട അദ്ദേഹം കുറെ കാലം അറബിക്കടലിനടുത്തുള്ള തുരുത്തിലേക്ക് മാറി. ചേരമാൻ പെരുമാൾ നാട്ടുരാജ്യം പോലെ വളർത്തിയെടുത്ത ചിറയൻകീഴിനടുത്തുള്ള ഒരു കടലോര പ്രദേശം ഇന്നും ചേരമാൻ തുരുത്ത് എന്നറിയപ്പെടുന്നു. ചേരമാൻ പെരുമാൾ നൈനാൻ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് തെങ്ങമ്പിള ഭഗവതി ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം എന്നാണ് വിശ്വാസം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇളക്കി മാറ്റിയ കൽവിളക്കിലും മറ്റ് ദാരുശില്പങ്ങളിലും പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ഭദ്രി ഭാഷ ആലേഖനം ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി. AD 9-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഭദ്രി ഭാഷ കണ്ടെത്തിയതിനാൽ ക്ഷേത്രത്തിന് അത്രത്തോളം കാലപ്പഴക്കമുണ്ടെന്നാണ് അനുമാനം. താന്ത്രിക വിധി പ്രകാരമുള്ള നിത്യപൂജാക്രമങ്ങളാണ് മുടപുരം ഭഗവതി ക്ഷേത്രത്തിൽ. കേരളത്തിൽ മേധാളിയൂട്ട് എന്ന ആചാരക്രിയ നടക്കുന്ന ഏക ക്ഷേത്രം മുടപുരം ഭഗവതി ക്ഷേത്രമാണെന്ന് പറയാം. യമദേവന്റെ പത്നി മേധാദേവിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ നിന്നാണ് മേധാളിയൂട്ട് ആവിർഭവിച്ചത്. രോഗപീഠകൾ ഒഴിഞ്ഞ്
അഷ്ടൈശ്വര്യ സിദ്ധിക്കാണ് ഈ പൂജാചടങ്ങ് നടത്തുന്നത്. ശിവരാത്രിക്ക് കൊടിയേറി കുംഭഭരണി മഹോത്സവത്തോടെ അവസാനിക്കുന്നതാണ് തെങ്ങുംവിള ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ആഘോഷം. ഭരണിനാളിന്റെ തലേ ദിവസം അശ്വതിക്ക് ഗ്രാമത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ക്ഷേത്രസന്നിധിയിലെത്തുന്ന ഉരുൾ വഴിപാട് അഭൗമമായ ഭക്തിയുടെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. നാദപയോധിതൻ തീരത്തു നടമാടും കാഞ്ചനദീപവിലാസിനി. നാദപയോധിതൻ തീരത്തു നടമാടും കാഞ്ചനദീപവിലാസിനി. ഇഹ പരഗാധേ സുരകുലനാഥേ പരിമളഗാത്രവിലാലിതേ വേദവിശാരദ സാരഥി കമലേ സ്വരസാധക ഗീതകമേകൂ സുന്ദരീശ്വര രഞ്ജിനി ശുഭകാരിണി മൂകാംബികേ ശ്രുതജനവരദേ അംബനീരാംബരീ ആനന്ദരൂപിണി. അനവധി കലാരൂപങ്ങൾ സമന്വയിക്കുന്ന ഉരുൾ മഹോത്സവത്തിൽ തെക്കേ ഇന്ത്യയിലെ നാട്ടുകലാകാരന്മാരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന തൂക്ക വഴിപാടും ദേവിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മുടപുരം ഗ്രാമത്തിന്റെ അഭയവും അക്ഷര വെളിച്ചവുമാണ് തെങ്ങുംവിള ഭഗവതി ക്ഷേത്രം. ഒപ്പം സനാതനധർമ്മത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും മുടങ്ങാതെ പിന്തുടരുന്നു. വിലസദ്ധോർദണ്ഡികാം ചണ്ഡികാ ശ്രീമദ് വല്ലഭരാഷ്ട്രപുഷ്ടികരണ സ്വച്ഛന്ദലീലായുതാ വന്ദേ സാന്ദ്രകൃപാമയിം ഭഗവതിം മാന്ധാതൃശൈലേശ്വരീ മാന്ധാതൃശൈലേശ്വരീ.